നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. വന്ദനീച്ചിയാണല്ലോ. പാവം ജോലിക്കാരും ചോദിക്കാനായിരിക്കും വിളിക്കുന്നത്. വന്ദനീച്ചിക്ക് ജോലി കൊടുക്കാൻ വിക്രമേട്ടന് താല്പര്യമില്ലെന്ന് ഞാൻ എങ്ങനെ പറയും? ആ ചേച്ചി, മോളെ നീ എന്ത് ചെയ്യുന്നു? വിക്രം അടുത്തുണ്ടോ? ഇല്ല, ബിസിനസിന്റെ ആവശ്യങ്ങൾക്കായി പുറത്തു പോയിരിക്കുക. എപ്പോ വരുന്നൊന്നും പറയാൻ പറ്റില്ല. നേരെ ഒരുപാടായല്ലോ. ആരും കൂട്ടിനില്ലേ? ഇല്ല, പടഭണ്ഡാരം പോലെയുള്ള വലിയ ബംഗ്ലാവില് ഞാൻ ഒറ്റയ്ക്കാ. മിണ്ടാനും പറയാനൊന്നും ആരുമില്ല. ആകെ പാടെ ഞാൻ കേൾക്കുന്ന ശബ്ദം പട്ടിയുടെയും കുറുക്കന്റെ ഒക്കെ മോങ്ങലും മോളലും ഒക്കെയാ. വല്ലാതെ ഒറ്റപ്പെട്ടൊരു സ്ഥലം. ചിലപ്പോഴൊക്കെ പേടി തോന്നും. പക്ഷേ വിക്രമേട്ടന്റെ സ്നേഹത്തിന് മുന്നിൽ എല്ലാം ഞാൻ മറക്കും ചേച്ചി. പക്ഷേ സൂക്ഷിക്കണം, പരിചയമില്ലാത്ത സ്ഥലം. നിനക്കിങ്ങനെ ഒറ്റപ്പെട്ട് താമസിച്ച് പരിചയമില്ലാത്തതാ. വിക്രമനോട് നേരത്തെ വരാൻ പറയണം. ശരി ചേച്ചി. ആ ചേച്ചിയുടെ ജോലിക്കാരെ ഞാൻ ഏട്ടനോട് സംസാരിച്ചു. പുതിയ കമ്പനി തുടങ്ങാൻ കുറച്ച് താമസം ഉണ്ടാവും. കമ്പനി തുടങ്ങിക്കഴിഞ്ഞാൽ ജോലി ശരിയാക്കാന്നാ പറഞ്ഞത്. ഞാൻ വിളിച്ചത് ജോലിക്കാരും പറയാനൊന്നുമല്ല. എനിക്കിപ്പോ ഒരു വക്കീൽ ഓഫീസിൽ ജോലിയുണ്ട്. വിക്രം ഈ ഓഫീസിലൊരു ക്ലയന്റാണ്. വിക്രമും വക്കീലും കൂടി സംസാരിക്കുമ്പോ നീ വിക്രമിന്റെ കമ്പനിയില് ജോലിക്ക് കയറിയ കാര്യവും ഞാൻ അറിഞ്ഞു. ഏതോ ഒരു ഡിവിഷന്റെ ചാർജ് മുഴുവൻ എന്നെ ഏൽപ്പിക്കാനാ പദ്ധതി. നല്ലത് തന്നെ. പക്ഷേ സൂക്ഷിക്കണം മോളെ. എല്ലാ കാര്യത്തിനും ജാഗ്രത വേണം. മിന്നുന്നതെല്ലാം പൊന്നല്ല. ആരെയും അതിര് വിട്ട് വിശ്വസിക്കരുത്. എത്ര വലിയ ബന്ധമാണെന്ന് പറഞ്ഞാലും. എന്താ ചേച്ചി ഇങ്ങനൊക്കെ പറയുന്നേ? എന്തെങ്കിലും കുഴപ്പമുണ്ടോ? കുഴപ്പമുണ്ടെന്നല്ല, അതല്ല ഞാൻ ഉദ്ദേശിച്ച. പിന്നെ വർഷയോട് എങ്ങനെയാ കാര്യങ്ങൾ തുറന്നു പറയുന്നേ? ചേച്ചി എന്താ ഒന്നും മിണ്ടാത്തെ? അത് കോടിക്കണക്കിന് പണത്തിന്റെ ഏർപ്പാടുകളൊക്കെ അല്ലേ. പല ഭാഗത്തും വഞ്ചനയും ചതിയും കാപട്യങ്ങളും ഒക്കെ പതിഞ്ഞിരിപ്പുണ്ടാവും. ആ ഓർമ്മ എപ്പോഴും ഉണ്ടാവണമെന്നാ ചേച്ചി പറഞ്ഞത്. മോളെ, എന്നാ ചേച്ചി വെക്കട്ടെ. പിന്നെ സൗകര്യം പോലെ ഞാൻ വിളിച്ചോളാം. ചേച്ചി, അവിടെ എല്ലാവർക്കും എങ്ങനെയുണ്ട്? ദിയമോളോ? ചിലപ്പോ തോന്നും ഈ കല്യാണം ഒന്നും വേണ്ടായിരുന്നു. എനിക്ക് നിങ്ങളെയൊക്കെ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കണം. മോളെ, ചേച്ചി ഫോൺ വെക്കട്ടെ. ചേച്ചി എന്തോ പറയാൻ മടിക്കുന്ന പോലെ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.